ഹലോ, നമുക്കിന്ന് ഉച്ചയൂണിന് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു അടിപൊളി ബീട്രൂട്ട് തോരൻ തയ്യാറാക്കിയെടുത്താലോ. ബീട്രൂട്ട് പൊരിയൽ എന്നൊക്കെയാണ് കേട്ടോ അവർ പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ആ ചട്ടി ചൂടായ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുകെല്ലാം ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 തണ്ട് കറിവേപ്പില കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഈ ഒരു വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6 ചെറിയുള്ളി കേട്ടോ, അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നാൽ മതി. ഇങ്ങനെ കളറ് മാറുമൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചേർക്കേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കടലപ്പരിപ്പ്. ഇത് വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പാട്ടോ. ഒരു 4 വിസിൽ വരെ കുക്കറിലൊന്ന് വേവിച്ച്, ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അങ്ങനെ അങ്ങ് വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ്. അതും ഇതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് വെന്താൽ മാത്രമേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. അത് ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് അരിഞ്ഞെടുത്തിട്ടുള്ള ബീട്രൂട്ട്, ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ബീട്രൂട്ട് 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാകത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ചേർക്കാൻ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർത്തിട്ടില്ല, പച്ചമുളകൊന്നും ഇതിലേക്ക് ചേർത്തിട്ടില്ല. ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് മുളക് പൊടിയാണ് ഇതിലേക്ക് എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ആ ഒരു മുളകിൻ്റെയൊക്കെ ഒരു സ്മെല്ല്, പച്ചമണം ഉണ്ടല്ലോ, അത് മാറുന്ന വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് കുക്കായി വരാൻ വേണ്ടിയിട്ടൊരു 1/4 കപ്പോളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുള്ള വെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/4 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുകയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഒരു 5 മിനിറ്റ് കൊണ്ട് എനിക്കിത് കുക്കായി കിട്ടും കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുത്താൽ തന്നെ കുക്കായി വരും. ഇതിൻ്റെ ഈ വെള്ളമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതാ നമുക്ക് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ ഇത് കുക്കായി വന്നിട്ട് എല്ലാം ഡ്രൈ ആയിട്ട് വന്നിട്ട് നല്ലൊരു അടിപൊളി തോരനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ മോഡലിൽ ഒന്ന് ബീട്രൂട്ട് ഉപ്പേരി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കും. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തു വിടാനൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.